5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. അവസാനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലാസ്റ്റ് സ്പെല്ല് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് മുഖ്യധാര ചാനലുകളൊക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങി, ചർച്ചകൾ വന്നു തുടങ്ങി, ഓൺലൈൻ ചാനലുകളൊക്കെ നല്ല രീതിയിൽ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അവസാനം എത്തി നിൽക്കുന്ന കാൻഡിഡേറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ 6000 വോട്ടൊക്കെയാണ് നമ്മൾ ഈ ആര്യാടൻ ഷൗക്കത്തിന് പറഞ്ഞത്. എന്നാൽ അതൊരു 10,000 മുതൽ 20,000 വോട്ടുകൾക്കകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏറ്റവും മനോഹരമായി പറഞ്ഞിരിക്കുന്ന ഒരാൾ ഇന്നലെ വരെ 75,000 വോട്ട് കിട്ടുമെന്നും ബാക്കിയുള്ളവർക്കെല്ലാം 35,000 40,000 വോട്ടൊക്കെ കിട്ടുള്ളൂ പറഞ്ഞ സ്വരാജിന് 35,000, ഷൗക്കത്തിന് ആര്യാടൻ ഷൗക്കത്തിന് 45,000, തനിക്ക് 75,000 കിട്ടുമെന്ന് പറഞ്ഞ PV അൻവറിൻ്റെ ഒരു മറുകണ്ഠം ചാടലാണ്. PV അൻവർ മനസ്സുകൊണ്ടൊന്ന് ചാടിക്കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിച്ചില്ലെങ്കിലും അടുത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും, അല്ലെങ്കിൽ ജയിക്കണം, ആര്യാടൻ ഷൗക്കത്താണ് പിന്നെ ഞാൻ കഴിഞ്ഞാൽ ജയിക്കേണ്ടതെന്നൊരു അടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നലെ. ഇനി ഒരു ദിവസമേ ഉള്ളൂ. നാളെ ഈ സമയത്തോടുകൂടി നമുക്ക് എൻ്റെ റിസൾട്ടിൻ്റെ ട്രെൻഡ് അറിയാം. 1 മണിക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ, നാളെ 10 മണിയൊക്കെ ആകുമ്പോൾ ആരാണ് നിലമ്പൂർ വരിക എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ എന്തായാലും ഇന്നും കൂടി നിൽക്കുന്ന സസ്പെൻസിൽ, ഇന്നിപ്പോൾ 2 ദിവസമായി, മിനിങ്ങാന്ന് തിരഞ്ഞെടുപ്പ് നടന്നു, ഇന്നലെയും 19 കഴിഞ്ഞു, 20, 21 ഇത് എവിടെ നിന്നിരിക്കുകയാണ്, നമ്മുടെ പെട്ടിയിലിരിക്കുകയാണ്, ഇതെല്ലാം കൂടി പെട്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് ജയിക്കുക, ആരാണ് എല്ലാം നമുക്കറിയുന്നത് ഈ വോട്ടിംഗ് മെഷീനിൽ സ്വിച്ച് അടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് എല്ലാ അർത്ഥത്തിലും ലീഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല CPMൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. CPM വിലയിരുത്തിയിരിക്കുന്ന അനുസരിച്ച് 80,000 വോട്ട് സ്വരാജ് പിടിക്കുകയും ഒരു 78,000 വോട്ട് അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് പിടിക്കുകയും 2,000 വോട്ടിൻ്റെ ഡിഫറൻസിൽ, അതും 1000 വോട്ട് നിലമ്പൂർ നഗരസഭയിലും പിന്നെ 1,000 വോട്ടിന് പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്ത്, ബാക്കി 6 ഗ്രാമപഞ്ചായത്തും എഴുതിത്തള്ളി UDFന് പോകുമെന്നും, ഒരു ഗ്രാമപഞ്ചായത്തിൽ 1000 വോട്ട് കൂടുതൽ പിടിക്കുമെന്നും, ഇപ്പുറത്ത് നിലമ്പൂർ നഗരസഭയിലും 1000 വോട്ട് കൂടുതൽ പിടിക്കുമെന്നും, മറ്റെല്ലാം ശരാശരിയൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞ് 2,000 വോട്ടിന് ജയിക്കുമെന്നാണ് LDF പറയുന്നത്. അത് പക്ഷേ ഒരു ആത്മവിശ്വാസ കുറവിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. കാരണം 2,000 വോട്ടെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വോട്ടാണ്. 1,001, 1,005 വോട്ട് മറിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാൻഡിഡേറ്റ് തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം വരികൾക്കിടയിലൂടെ CPMും സമ്മതിക്കുന്നത് സ്വരാജ് തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. ഷൗക്കത്തായിരിക്കും ജയിക്കാൻ, ആര്യാടൻ ഷൗക്കത്താണ് ജയിക്കാൻ സാധ്യതയെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതിലേക്കാണ് ട്രെൻഡുകളെല്ലാം പോകുന്നത്. കാരണം മുസ്ലിം ലീഗ് വളരെ വലിയ തോതിൽ അവിടെ പ്രവർത്തിച്ചു. KC വേണുപോലൊക്കെ പറഞ്ഞത് മുസ്ലിം ലീഗ് അവരുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് പോലെ, തങ്ങളുടെ കുടുംബമായാലും ശിഖാബ് അലി തങ്ങളുടെ അവിടെയുള്ള എല്ലാവരും, കുഞ്ഞാലിക്കുട്ടി, മുനീർ, MK മുനീർ, അങ്ങനെ എല്ലാവരും, സകല പേരും ഇറങ്ങി, ഷാജി, KM ഷാജി, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വലിയ മെഷീനറിയാണ് അവിടെ ചലിച്ചത് ലീഗിൻ്റെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ആര്യാടൻ ഷൗക്കത്ത് വല്ല രീതിയിൽ ജയിക്കുമെന്നാണ്. പക്ഷേ ഷൗക്കത്തിൻ്റെ മുഖഭാവവും ഇപ്പോഴേ ആൾറെഡി എല്ലാവർക്കൊക്കെ നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ജയിച്ചതുപോലുള്ളൊരു ഭാവത്തിലാണ് ഷൗക്കത്ത് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു വിജയമാണ് അവിടെ കാണാൻ സാധ്യതയുള്ളത്. അൻവറും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ, PV അൻവർ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടി ഒരു ബലം കൂടുന്നത്. കാരണം PV അൻവർ ഇന്നലെ വരെ വളരെ സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടിരുന്നത് താൻ ജയിക്കുമെന്നാണ്. പക്ഷേ ഇന്നലെ ഒരു ചെറിയ ട്വിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാനല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നുള്ളതിൽ, അല്ലെങ്കിൽ ജയിക്കേണ്ടത് എന്നുള്ള നിലയിൽ പറയുന്നു. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കേരള രാഷ്ട്രീയത്തിലെ 2026 തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചകമാണ്. എങ്ങനെയാണ് ഇത് വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും നാളെ ഒരു 11 മണി വരെ, അല്ലെങ്കിൽ 10:30, 11 മണി വരെ നമുക്ക് കാത്തിരിക്കാം. നാളെ ഉച്ചയ്ക്ക് നമുക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ബാക്കി കൂടുതൽ സംസാരിക്കാം. എന്തായാലും കേരള രാഷ്ട്രീയത്തിൻ്റെ പലരുടെയും വാട്ടർലൂ ആകുമോ, ചിലരുടെ ഭാവി എന്താകും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നമ്മുടെ മുന്നിൽ വെക്കുന്നത്.